കോതമംഗലം ഭൂതത്താൻകെട്ടിൽ സിനിമാ ചിത്രീകരണത്തിനിടെ കാട് കയറിയ നാട്ടാന പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്തി. ആനയ്ക്ക് വലിയ പരിക്കുകൾ ഇല്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു. ആനയുടെ പുതിയ ദൃശ്യങ്ങൾ 24 നിങ്ങൾക്ക് കാണാൻ കഴിയും. പുതുപ്പള്ളി സാധു കുറേ സമയം തെരച്ചിൽ നടന്നു. വെളുപ്പിന് കുറേ സമയം കാട്ടിനുള്ളിൽ തിരഞ്ഞാണ് ഈ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇന്നലെ ഒരു തെലുങ്ക് സിനിമയുടെ ചിത്രീകരണത്തിനാണ് ഭൂതത്താൻകെട്ടിൽ ഈ ആനയെ കൊണ്ടുവന്നത്. മറ്റുള്ള ആനകളുണ്ടായിരുന്നു. ഒരു ആനയുമായിട്ട് സാധു കൊമ്പ് കോർത്തു. അപ്പോൾ ഇടിയുടെ അവസാനം സാധു വിജയകരമായൊരു പിന്മാറ്റം നടത്തിയാണോ എന്നറിയില്ല. കാട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഭൂതത്താൻകെട്ടിൻ്റെ ഓരത്ത് നിന്ന് ഇപ്പോൾ ഈ സാധുവിനെ കണ്ടെത്തിയെന്നാണ് അല്പം മുമ്പ് നമുക്ക് വിവരം ലഭിച്ചത്. ഭൂതത്താൻകെട്ടിൽ നമ്മുടെ പ്രതിനിധി YS അഭിനന്ദുണ്ട്. അഭിനന്ദ് വിശദാംശങ്ങൾ നൽകും. ഇതിൻ്റെ ഈ ആനയുടെ പുതിയ ദൃശ്യങ്ങൾ കൂടി നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി പ്രേക്ഷകരെ കാണിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അഭിനന്ദ്, ആനയെ നിങ്ങൾ നിൽക്കുന്നതിൻ്റെ അടുത്ത് എത്തിയോ? ആന ഇപ്പോൾ അവിടെ തന്നെ ഉണ്ട്. ഭയങ്കരമായ ശക്തനായി തന്നെ ഇരിപ്പുണ്ട്, ആരോഗ്യവാനായി തന്നെ ഉണ്ട്. ഇപ്പോൾ ആളുകളെ അവിടെ നിന്ന് പിരിച്ചുവിടുകയാണ്. പാപ്പാന്മാർ അതുപോലെ പുതുപ്പള്ളി സാധുവിന്റെ അധികൃതരൊക്കെ അവിടെ നിന്ന് മാറിപ്പോകാനായിട്ട് ഇപ്പൊ നമ്മളോട് പറയുകയാണ്. കാരണം ആളുകളെ കാണുമ്പോൾ വിരളാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭക്ഷണം കൊടുക്കണം. ഇപ്പോൾ ആനയെ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ പാപ്പാന്മാരുടെ നേതൃത്വത്തിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു അന്വേഷണം അല്ലെങ്കിൽ തെരച്ചിലിനൊടുവിലാണ് ഇത്തരത്തിലേക്ക് പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്താനുള്ള ഇതിലേക്ക് എത്തിയത്. ഇന്ന് രാവിലെ തന്നെ 6:30 RRT സംഘം, മൂന്നാറിൽ നിന്നുള്ള RRT സംഘം എത്തി ഇത് കൃത്യമായി തന്നെ ലൊക്കേറ്റ് ചെയ്യുന്നതിന് സംവിധാനങ്ങൾ ഉണ്ടാക്കി. ആ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആളുകൾ അവിടെ നിന്ന് പിരിയണമെന്നാണ് പാപ്പാന്മാർ ആവശ്യപ്പെടുന്നത്. പഴം ഉൾപ്പെടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആളുകളെ കൂടുതൽ കാണുമ്പോൾ വിരളാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും മാറണം. മാധ്യമങ്ങൾക്കൊക്കെ അവിടെ ഇപ്പോൾ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ശക്തനായിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24 ലഭിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, ഇന്നലെ രാത്രി 9 മണിക്ക് തെരച്ചിൽ അവസാനിച്ച് ഇനി കിട്ടില്ല എന്ന അടക്കമുള്ള ഒരു നിഗമനത്തിലേക്ക് പോലും പലയിടത്തും എത്തിയിരുന്നു. പക്ഷേ എന്തായാലും ആരോഗ്യവാനായി ശക്തനായി പുതുപ്പള്ളി സാധു ഇങ്ങനെ നിൽക്കുന്ന ദൃശ്യം വളരെ സന്തോഷകരമാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നമ്മൾ അടയാളപ്പെടുത്തി കാണിച്ച സ്ഥലത്തിൽ ആന നിൽക്കുന്ന പ്രേക്ഷകർ കാണാൻ കഴിയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം വനമാണ്, നമുക്ക് ഉള്ളിലൊക്കെ പോയി ഒരുപാട് ഷൂട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്നാലും ആ ബുദ്ധിമുട്ടുകളുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ ഈ ആനയുടെ ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചു തരികയാണ്. ഇതാണ് നമ്മുടെ പുതുപ്പള്ളി സാധു. അവൻ്റെ മുഖം കാണാൻ പറ്റുന്നില്ലല്ലോ, അവൻ മുഖം കൂടി നമുക്ക് കാണിച്ചു തരാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ആന ഒന്ന് തിരിയട്ടെ. അപ്പോൾ എന്തായാലും സന്തോഷമായി. കാര്യം കാട്ടിനുള്ളിൽ കയറിപ്പോയാൽ പിന്നെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പേടിയൊക്കെ ആളുകൾക്കുണ്ടായിരുന്നു. നാട്ടാനയാണെങ്കിലും കാട്ടിനുള്ളിൽ കയറിയാൽ തെരഞ്ഞ് കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ എന്തായാലും ആനയെ കിട്ടി, അത് സന്തോഷം.